ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു പോർഷയാണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് സസ്പെൻഷൻ ഫെയിലിയർ ആയിട്ടാണ്. സസ്പെൻഷൻ ഫെയിലിയറും അതേമാതിരി തന്നെ അതിന് എന്താണ് കോമൺ ആയിട്ട് വരുന്നതിൻ്റെ കംപ്ലയിൻറ്റ്, അതേമാതിരി തന്നെ ആ കോമൺ കംപ്ലയിൻറ്റ് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്നുള്ളത്. വളരെ ചെറിയ വീഡിയോ ആണ്, ഞാൻ കൂടുതലൊന്നും നിങ്ങളെ നീട്ടി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു വാഹനം കസ്റ്റമർ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വലിയ കാര്യമായിട്ട് സസ്പെൻഷൻ ഫെയിലിയർ ഒന്നും തോന്നത്തില്ല. കാരണം ഈ ഒരു വാഹനത്തിൽ കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് 1 അവർ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് 2 സസ്പെൻഷൻ കംപ്ലീറ്റ് താണ് കിടക്കുകയാണെന്നാണ്. അപ്പോൾ അതേമാതിരി തന്നെ മറ്റൊരു കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് നമുക്കിത് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറയുന്നത് ഇത് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ മുകളിലോട്ടോ താഴോട്ടോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞിട്ടാണ് എഴുതി കാണിക്കുന്നത്. ആക്ച്വലി എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്രസറും കാര്യങ്ങളും എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി സസ്പെൻഷൻ മുകളിലോട്ട് ഉയരുന്നുമുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ അകത്തുള്ള കോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് കമ്പ്യൂട്ടറിന് അറിയില്ല ഈ ഒരു വാഹനം ഏത് ലെവലിലാണ് ഉള്ളത്, അതേമാതിരി തന്നെ ഇത് ഹൈയിലാണോ ഉള്ളത് ലോയിലാണോ ഉള്ളതെന്ന് അറിയത്തില്ല. അപ്പോൾ അറിയാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ സസ്പെൻഷൻ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സസ്പെൻഷൻ ലീക്ക് വന്നതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് എവിടെയാണ് ഈ ഒരു വണ്ടിയുടെ ലെവൽ ഉള്ളത് എന്ന് അറിയാൻ സാധിക്കുന്നില്ല. കുറേയധികം കംപ്ലയിൻറ്റുകൾ ഈ ഒരു ഫോൾട്ട് കൊണ്ട് വരാൻ സാധിക്കും. ആ ഒരു കുറേ ഫോൾട്ടുകളാണ് നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കാണിക്കുന്നത്, അതിൻ്റെ പോസിബിൾ കോസസ് ഒക്കെ. അപ്പോൾ ഈ ഒരു വാഹനം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വെള്ളം ബോട്ടിലും കൊണ്ട് നമുക്കിതിൻ്റെ ഈ ഷോക്കിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഇതിൻ്റെ ലീക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ലീക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷോക്ക് അബ്സർവറാണ് ഇതിൻ്റെ ലീക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ബബിൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ഷോക്ക് അബ്സർവർ ഈ കവറും കാര്യങ്ങളൊക്കെ ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഷോക്ക് അബ്സർവറിൻ്റെ മുകളിൽ ഇതേമാതിരി വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലീക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൽ ഷോക്ക് അബ്സർവറാണ് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷോക്ക് അബ്സർവർ മൈനറായിട്ട് ലീക്ക് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1 അവർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് താണ് കിടക്കും. ഈ വാഹനം ലഞ്ച് ബ്രേക്കിന് മുമ്പ് കൊണ്ടിട്ടാണ്. ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ലഞ്ച് ബ്രേക്കിന് ശേഷം വന്ന് നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. കംപ്ലീറ്റ് ഫ്രണ്ട് താണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനം ലിഫ്റ്റിലൊക്കെ കയറ്റി വേറെ ഡാമേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് ഈ ഒരു മോഡലിൽ വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ ഈ പാർക്കിംഗ് ബ്രേക്കിൻ്റെ മോട്ടർ. ഈ ഒരു വാഹനത്തിൽ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് മോട്ടർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബ്രേക്ക് ഇവിടെ സൈഡിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ മോട്ടറും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് 4 എയർമാറ്റിക് സസ്പെൻഷനാണ്. 4 വീലിലും എയർമാറ്റിക് സസ്പെൻഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു മോട്ടർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു വാഹനത്തിൽ 4 എയർമാറ്റിക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് റിയറിലും ഷോക്ക് അബ്സർവർ ഉണ്ട്, ഫ്രണ്ടിലും ഷോക്ക് അബ്സർവർ ഉണ്ട്, എയർമാറ്റിക് തന്നെ. അപ്പോൾ അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു മോഡലിലുള്ള സെയിം പാർക്കിംഗ് ബ്രേക്ക് മോട്ടർ തന്നെ നമുക്ക് വോൾക്സ്വാഗൺ വാഹനങ്ങളിലും കാണാൻ സാധിക്കും. വോൾക്സ്വാഗൺ വാഹനങ്ങളിൽ കോമൺ ആയിട്ട് വരുന്ന സെയിം മോട്ടർ, ഇതേ സെയിം മോട്ടർ തന്നെയാണ് വോൾക്സ്വാഗൺ തോറഗിലും വരുന്നത്. ഈ കാണുന്ന തോറഗിലും സെയിം മോട്ടർ തന്നെയാണ് വരുന്നത്. അതേമാതിരി തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് ഈ ഒരു വാഹനത്തിൽ നമ്മളൊരു പാർക്കിംഗ് ബ്രേക്കിൻ്റെ മോട്ടർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫോൾട്ടാണ് ഈ ഒരു മോട്ടർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാറിയ മോട്ടറാണ് ഈ കാണുന്നത്. ഇത് കണ്ടല്ലോ, ഇത് ഫുൾ കാലിപ്പർ കിറ്റോട് കൂടിയാണ് ഈ ഒരു മോട്ടർ വരുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ റീപ്ലേസ് ചെയ്ത ഒരു മോട്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കാലിബ്രേഷനും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.